നമസ്കാരം. കാസർഗോഡൻ ഗ്രാമങ്ങളിലെ വേറിട്ട കാഴ്ചകളിലേക്ക്, വിസ്മയ കാഴ്ചകളിലേക്ക് ക്യാമറ കണ്ണുമായി ഒരു യാത്ര. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ നെല്ലിയടുക്കത്തെ കൃഷ്ണഗൃഹത്തിൽ വായനയിലൂടെ വളർന്ന ഒരു മാഷുണ്ട്. പുസ്തകങ്ങളെ സ്നേഹിച്ച് തൻ്റെ വീട് തന്നെ 7000-ലധികം പുസ്തകങ്ങളുടെ കലവറയാക്കി മാറ്റിയ ഗോപകുമാർ മാഷ്. അരനൂറ്റാണ്ടിലേറെ കാലമായി പുസ്തകങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, വായനയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന MK ഗോപകുമാർ മാഷിന് ഇന്ന് 7000-ലധികം പുസ്തകങ്ങളുള്ള ഒരു ഹോം ലൈബ്രറി ഉണ്ട് സ്വന്തമായി. ആ ഗോപകുമാർ മാഷിൻ്റെ പുസ്തക വിശേഷങ്ങളിലേക്കാണ് നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. വായനയുടെ വിശാലമായ ലോകത്തേക്ക് ഗോപകുമാർ മാഷിനെ നയിച്ച ആ ബാല്യകാല സ്മരണകൾ, നാട്ടിലെ ടാഗോർ വായനശാല ഗ്രന്ഥാലയവും അതിൻ്റെ പ്രവർത്തകരും നൽകിയ പിന്തുണ, വായനയോടുള്ള അഭിനിവേശം, പുസ്തക പ്രണയത്തിലേക്ക് വഴിമാറിയ ആ ഓർമ്മകൾ. പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയത് നെല്ലിയടക്ക സ്കൂളിൽ. ഏതാണ്ട് എൻ്റെ ഈ വീട് നിൽക്കുന്ന ഇതിനോട് തൊട്ട് ചേർന്ന് ഇത്തിരി അകലെ മാറിയായിരുന്ന വിദ്യാലയം ഉണ്ടായിരുന്നു. പിന്നീടത് ഈ എസ്റ്റേറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് അവർക്കെന്തോ സാങ്കേതികമായ ചില അനുമതിയൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് കാട്ടിപ്പയിലേക്ക് മാറിയതാണ്. പിന്നെ അവിടെ 4ാം ക്ലാസ് വരെ പഠനം ഉണ്ടായി. പക്ഷെ ആ കാലത്തൊന്നും വായന എന്ന് പറയുന്ന രൂപത്തിൽ അങ്ങനെ പരിചയപ്പെടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ പുസ്തകങ്ങളെക്കുറിച്ചിട്ടുള്ള വലിയ കാര്യങ്ങളോ ഒന്നും പറയുന്ന രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. പാഠപുസ്തകം ഇങ്ങനെ വായിച്ചു തരും, അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇങ്ങനെ പോകുന്നല്ലാതെ മറ്റു രൂപത്തിലുള്ള വലിയ ഒരു രീതിയിലുള്ള ഒന്നും ലൈബ്രറിയോ ഒന്നും അക്കാലത്ത് ഇല്ല സ്കൂളിലൊന്നും. അവസാനം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ചന്തുവിൻ്റെ വേട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം എല്ലാ കുട്ടികൾക്കും സൗജന്യമായി കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയെന്നല്ലാതെ പാഠപുസ്തകം മാത്രമാണ് അത്രയും കാലം വരെ വായിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് UP സ്കൂളിലേക്ക് ചായത്ത് സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്നെ സ്വാധീനിച്ചൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളിയായി പിന്നീട് നെല്ലിയടക്കത്ത് തന്നെ ഒരു കച്ചവടം തുടങ്ങിയ ഒരു ഗോപാലേട്ടനാണ്. 3ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ അദ്ദേഹത്തിന്. അപ്പോൾ 3ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള അദ്ദേഹം സ്വപ്രയത്നത്താൽ ഇംഗ്ലീഷും മലയാളവും ഇതൊക്കെ പൊതുവിജ്ഞാനായാലും ഒക്കെ നന്നായി ആർജിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് ഏതാണ്ട് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ എനിക്കിൻ്റെ ഉത്തരമൊന്നും പറയാൻ കഴിയും, എനിക്ക് നാണക്കേടായാകെ. കാരണം ഒരു ഉത്തരം പോലും പറയാൻ കഴിയാതെ പിന്നെ ഗോപാലേട്ടനെ അഭിമുഖിക്കുന്ന നാണക്കേടായതുകൊണ്ട് ഞാനത് വിട്ടു. ആ കടയിൽ പോക്കേ വിട്ടു. ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇദ്ദേഹം എന്നെ ഒരു ദിവസം കണ്ട്, വഴിയിൽ വെച്ച് കണ്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്താ സാധനമൊന്നും വാങ്ങാനിപ്പോൾ വരുന്നില്ലല്ലോ, അമ്മയാണല്ലോ ഇപ്പോൾ വിടുന്നത്, അതെന്താ അങ്ങനെ? അപ്പോൾ എനിക്കൊന്നും ഉത്തരം പറയാനില്ല. അപ്പോൾ പറഞ്ഞു, അമ്മയല്ല ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ആകെ ചമ്മിപ്പോയി. സംഭവം അമ്മ ഈ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, മോനെ, നിൻ്റെ അറിവ് എന്തെന്നറിയാനല്ല ഞാനിത് ചോദിക്കുന്നത്, നിനക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെറും 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾ, നീ ഇപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്നു, ഇനി എത്രയോ പഠിക്കാനുണ്ട് എനിക്ക്. അപ്പോൾ നിനക്ക് ആ വായനശാലയിൽ പോയിട്ട് പുസ്തകങ്ങളൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പത്രമില്ലേ, അതൊക്കെ വെറുതെ ഒന്ന് നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യണം, അങ്ങനെ പഠിക്കണം, അല്ലാതെ നിന്നെ കുറവാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊന്നും പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മാർക്കൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പരീക്ഷയൊക്കെ നല്ല മാർക്കുണ്ട്, നന്നായി പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു ഡിക്ഷണറി ആയിരുന്നു. അത് ഗുപ്തൻ നായരുടെ കൺസൈസ്ഡ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി. അന്ന് അതിന് 15 രൂപയേ ഉള്ളൂ ആ പുസ്തകത്തിന്. പക്ഷെ അതെൻ്റെ
സ്കൂൾ പഠനത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഏത് ഇംഗ്ലീഷ് വാക്കും ആ കാലത്ത് 10ാം ക്ലാസ് വരെയുള്ള ഏത് ഇംഗ്ലീഷ് വാക്കും പഠിക്കാനൊക്കെ ഏറെ സഹായിച്ചൊരു പുസ്തകമാണ്. അതിൽ നിന്നാണ് ഗോപാലേട്ടൻ്റെ സീലുണ്ട്. അത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. നാട്ടിൽ ആർക്കും അങ്ങനെ സീലൊന്നുമില്ല. ഗോപാലേട്ടൻ്റെ സ്വന്തമായി സീല് പോലുള്ള ആ സീലടക്കം വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അന്നൊരു 15 രൂപയാണ്. ഇന്നേതാണ്ട് അതിന് 350-400 രൂപ എടുത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ആ പുസ്തകം ഇപ്പോഴും ഞാൻ വളരെ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എന്നെ വായനശാലയിൽ അടുപ്പിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഈ പറയുന്ന എന്താ പറയുക ലൈബ്രറി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ അവിടെ ഒരു BK ബാലൻ ഉണ്ടായിരുന്നു. ദേശാമാനിൽ പ്രവർത്തിച്ചൊരു BK ബാലൻ. അദ്ദേഹം ഈ ബാലസംഘം പോലെയുള്ള സംഘടനയൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഈ മേശപ്പുറത്തുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് തന്നിട്ട് പറയും, നീ ഇത് ഈ പുസ്തകത്തിൽ എഴുതി വെക്കണം എന്ന് പറയും. അപ്പോൾ ഈ ഗ്രന്ഥവിതരണ രജിസ്റ്ററാണെന്ന് ഞാൻ പിന്നീടാണത് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് എഴുതിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് നോക്കിയിട്ട് ഈ പുസ്തകങ്ങളുടെ പേര് എഴുതിയ ആളൊക്കെ എനിക്ക് നല്ല ബൈഹാർട്ടാണ്. അതുകൊണ്ട് ക്വിസ് മത്സരത്തിലൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോഴും സൂക്ഷ്മമായി ഇങ്ങനെ വായിക്കുന്ന രീതിയൊന്നും വന്നിട്ടില്ല. പിന്നെ ചായത്ത് സ്കൂളിൽ ഇങ്ങനെ ക്വിസ് മത്സരത്തിനൊക്കെ അത്യാവശ്യം സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ മാഷ് ക്ലാസ്സൊക്കെ പറഞ്ഞു ഇവൻ നന്നായിട്ട് വായിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വായിക്കുന്നൊന്നും ഇല്ല അന്നേരം ആ സമയത്ത്. ഇതിങ്ങനെ കണ്ട് പഠിച്ച് ബൈഹാർട്ട് പഠിച്ച കുറേ പുസ്തകങ്ങളുടെ പേരാണ് ഈ ക്വിസിലൊക്കെ ഞാനങ്ങ് തട്ടിവിടുന്നത്. പിന്നീട് ക്രമേണ അവിടെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് എന്നെ ലൈബ്രറിയനാക്കി. ഹൈസ്കൂൾ പഠനകാലമാകുമ്പോഴേക്ക് എന്നെ അതിൻ്റെ ലൈബ്രറിയൻ്റെ ചുമതല തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ റേഡിയോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് തസ്തികയുണ്ട് അവിടെ. അതിനൊരു 15 രൂപ അലവൻസൊക്കെ കിട്ടും. അതിന് പഞ്ചായത്തിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ ആ കാശൊക്കെ കിട്ടും. ഏഴായിരത്തിലധികം പുസ്തകങ്ങൾ വരുന്ന ഒരു വിപുലമായ ഗ്രന്ഥശേഖരം ഗോപൻ മാഷിന് സ്വന്തമായിട്ടുണ്ട്. ഇത്രയധികം പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥാലയം ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് സ്വന്തം ഇദ്ദേഹത്തിന് മാത്രമായിരിക്കാം. ഈ ഗ്രന്ഥശേഖരത്തിന് പിന്നിൽ അക്ഷീണമായൊരു പ്രയത്നമുണ്ട്. എങ്ങനെയാണ് ഇത് സാധ്യമാക്കിയതെന്ന് അറിയണ്ടേ? ഒപ്പം പുതിയ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ആ പുസ്തകങ്ങൾ വാങ്ങിക്കാനും അത് വായിക്കാനും അത് വിലയിരുത്താനും മാഷെടുക്കുന്ന ശ്രമങ്ങളെക്കുറിച്ച്. ഇതിപ്പോൾ ഇവിടെ ഒരു 7000-നടുത്ത് പുസ്തകങ്ങൾ ഉണ്ട്. ആദ്യമൊക്കെ ഒരു സ്റ്റോക്ക് രജിസ്റ്ററൊക്കെ എഴുതണമെന്ന ആഗ്രഹത്തിൽ എഴുതി വന്നു. പിന്നെ അത് വിട്ടു. അതുകൊണ്ടിപ്പോൾ ഒന്നുകൂടെ എണ്ണിയാലേ കറക്റ്റ് എത്ര പുസ്തകങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പോൾ ഈ ശേഖരണ മനസ്ഥിതി എനിക്ക് ഏതാണ്ട് ഹൈസ്കൂൾ കാലം മുതലേ അത് വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് അന്ന് ഈ ആനുകാലികം ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ചില അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രേരണയുണ്ട്. അപ്പോൾ അവർ ഈ ശാസ്ത്രകേരളം, യുറീക്ക പോലെയുള്ള മാസികകളാണ് കൊണ്ടുതരിക. അത് പിന്നീട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങാൻ തുടങ്ങി. അതായിരുന്നു ആദ്യകാലത്തെ എൻ്റെ ശേഖരം എന്ന് പറഞ്ഞത്. അത് പിന്നീട് ചില കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുത്ത് പോയി. അത് അതിനുശേഷം ചിലപ്പോൾ ചില സമ്മാനങ്ങളൊക്കെ ഇങ്ങനെയുള്ള മത്സരത്തിൽ പുസ്തകങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നീട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെറിയ പൈസ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ നടക്കുമ്പോൾ മറ്റു പലരും പലതും വാങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോയെന്നാണ് നോക്കുക. അപ്പം അങ്ങനെ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന പുസ്തകങ്ങളുണ്ടാവും. ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചില പാട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചക്കമാഹാത്മ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പാട്ടുകളൊക്കെ അക്കാര്യത്തിൽ ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ ഇതൊക്കെ കിട്ടിയാൽ ഞാൻ അത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വായിക്കും. അതൊക്കെയായിരുന്നു ആദ്യകാലത്തെ ഒരു ശേഖരം എന്ന് പറയാവുന്നത്. പിന്നീട് ജോലി കിട്ടി വന്ന ശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ ശമ്പളത്തിലെ ഒരു വിഹിതം എന്ന് പറഞ്ഞ എപ്പോഴും പുസ്തകങ്ങൾക്കായിരുന്നു. പലരും എന്തിനാണ് ഈ ഭ്രാന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലരും അധ്യാപകർ തന്നെ പറയാറുണ്ട് വേറെ പണിയില്ലെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ധാരാളമായിട്ട്. പക്ഷെ ഞാനതൊന്നും വില വെക്കാതെ ഒരു ഓഹരി ഇപ്പോൾ സ്കൂൾ ഇഷ്ടം പോലെ വരും. ഇപ്പോൾ പുതപ്പ് വിൽപ്പനക്കാർ വരാറുണ്ട്, ഷർട്ടിൻ്റെ പണി വിൽപ്പനക്കാർ വരാറുണ്ട്, അല്ല പുസ്തക വിൽപ്പനക്കാർ വരാറുണ്ട്.
ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക ഈ പുസ്തകങ്ങൾക്കാണ്, മറ്റു രണ്ടിനുമല്ല. അത്യാവശ്യം അവരുടെ അടുത്തും വാങ്ങുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നാഷണൽ ബുക്ക് സ്റ്റാൾ ഒരു ലോൺ സ്കീം തുടങ്ങി. പുസ്തകം നമുക്ക് ആദ്യം തരും, പൈസ കുറേശ്ശെ പിന്നീട് അടച്ചാൽ മതി. ആ രൂപത്തിൽ ബൾക്കായിട്ട് നമുക്ക് കുറേ പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ലോൺ സ്കീമിലും ഈ രൂപത്തിലും ഒക്കെ വന്നപ്പോഴാണ് കണ്ണൂരൊക്കെ പോയിട്ടാണ് പുസ്തകങ്ങൾ സാധാരണ വാങ്ങുക. ഇപ്പോൾ തലശ്ശേരിയും കണ്ണൂർ കാര്യത്തിലുള്ളൂ. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എവിടെയും ഒരു പുസ്തകശാലയില്ല. പിന്നീടാണ് കാഞ്ഞങ്ങാട് അത്യാവശ്യ സ്റ്റേഷനറിയിലൊക്കെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയത്. അതിനുശേഷമാണ് കറണ്ട് ബുക്സും മാതൃഭൂമി ബുക്സും ഒക്കെ വരുന്നത്. അതൊക്കെ വന്നതിന് ശേഷം പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ പോവും, പുസ്തകങ്ങൾ വാങ്ങും, അത് വായിക്കും, വെക്കും, അടുത്തതിന് പോവും. പിന്നെ വീട് ഇങ്ങനെ പറഞ്ഞ രൂപത്തിൽ പുസ്തകങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ പോയിയാണ് ഈ പറയുന്നൊരു പുസ്തക ശേഖരം എന്ന് പറയുന്ന ഈ ഒരു വലിയ സംഭവം എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ വരുന്നു. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊന്നൽ ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണ് മാഷിൻ്റെ ഈ ലൈബ്രറിയിൽ ഉള്ളതെന്ന് അറിയണ്ടേ? പുറത്തുനിന്നുള്ള വായനക്കാർക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? മാഷിന് ഇതിലേത് വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളോടാണ് കൂടുതൽ താല്പര്യം? ഇവിടെ എനിക്കിപ്പോൾ നല്ലൊരു ലൈബ്രറി ഉണ്ട്, സമ്പന്നമായൊരു ലൈബ്രറി ഉണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വായനശാലയായിട്ടുള്ള ബന്ധം കുറച്ച് കുറവാണ്. കാരണം പലതും വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ വാങ്ങിയ പുസ്തകങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇതിലിപ്പോൾ സമ്പൂർണ്ണ കൃതികൾ ധാരാളമുണ്ട്. പ്രസിദ്ധരായ സാഹിത്യകാരന്മാരുടെ ഇപ്പോൾ പി കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി, ഇങ്ങനെയുള്ള ONV, അങ്ങനെയുള്ള ആൾക്കാരുടെ അതുപോലെ ഉറൂബ്, അക്കാലത്തെ സാഹിത്യകൂടം, പിന്നെ ഉള്ളൂർ, വള്ളത്തോൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയൊക്കെ തന്നെ സമ്പൂർണ്ണ സമാഹാരങ്ങൾ, അതേപോലെ രാഷ്ട്രീയ ദാർശനിക ഗ്രന്ഥങ്ങൾ, പുരാണ ഇതിഹാസങ്ങൾ, നോവലുകൾ, സാംസ്കാരിക പഠനങ്ങൾ, ബാലസാഹിത്യകൃതികൾ എന്ന് പറഞ്ഞാൽ പുസ്തക ശാഖയിലെ ഒട്ടുമിക്കവാറും മേഖലയിലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പരിധി വരെ ഏതാണ്ടൊക്കെ വായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തുള്ള വായനക്കാർ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വരുന്ന കൂട്ടത്തിലൊന്നുമല്ല. അങ്ങനെയുള്ള വലിയ താല്പര്യങ്ങളൊന്നും പൊതുവെ കാണാം. പിന്നെ അത്യാവശ്യമുള്ള റെഫറൻസിനൊക്കെ ചില പുറമേയുള്ള സുഹൃത്തുക്കൾ ബന്ധപ്പെടാറുണ്ട്. നാട്ടിൽ ഒരു വായനശാല ഉള്ളത് കൊണ്ടാവാം ആരും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ കുട്ടികളെ കൂട്ടി സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തക ശേഖരം അല്ല വായനയോടുള്ള സ്നേഹം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ കൂട്ടി വരാറുണ്ട്. ആ രൂപത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അല്ലാതെ പുറമേയുള്ള ആൾക്കാർ വന്നിരുന്ന് വായിക്കുന്നു അങ്ങനെയുള്ള എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ആരും അങ്ങനെ വരികയോ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കുറവാണ്. പൊതുവേ ഒരു എന്താ പറയുക, അവനവൻ്റെ തൊഴിലിടത്തിലും വിദ്യാഭ്യാസ മേഖലയൊക്കെ സഞ്ചരിക്കുന്ന കുട്ടികളായതുകൊണ്ട് മുമ്പത്തെ പോലെയുള്ള വീട്ടുബന്ധങ്ങളും കുറവാണല്ലോ. അതിൻ്റെയൊക്കെ കാരണമാവാം ആരും അങ്ങനെ വരാറൊന്നുമില്ല. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചമേകിയ ഗോപകുമാർ മാഷിന് തൻ്റെ അധ്യാപക ജീവിതത്തിൽ ഈ പുസ്തകശേഖരം എങ്ങനെയാണ് ഗുണം ചെയ്തത്? ആ ഓർമ്മകൾ, ഒപ്പം തൻ്റെ ശിഷ്യഗണങ്ങളിൽ ആർക്കെങ്കിലും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അവരെ ആനയിക്കാൻ, ഇതുപോലെ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ തൻ്റെ ഈ പുസ്തക സ്നേഹം സഹായിച്ചിട്ടുണ്ടോ എന്നും മാഷിന് പറയാനുണ്ട്.
അമ്പലത്തറ, പാറപ്പള്ളി അമ്പലത്തറ സ്കൂളിലാണ് 83-ൽ എൻ്റെ അധ്യാപക ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ശേഷം പിന്നെ 87-ൽ വയനാട്ടിൽ ജോലി കിട്ടുന്നു. അതുപോലെ ഇതുവരെ ഏതാണ്ട് 35 വർഷത്തെ അധ്യാപക ജീവിതമുണ്ട്. അതിൽ 5 വർഷം പ്രധാന അധ്യാപക ജീവിതമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ എന്തായാലും നല്ലൊരു വിഭാഗത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ വായനയുടെ ഫലം തന്നെയാണ് ഞാൻ പറയും. ഞാൻ സാധാരണ സ്കൂളിൽ ക്ലാസ് മുറിയിൽ പോകുമ്പോഴും മലയാളമൊക്കെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ കവിതയും കഥകളൊക്കെ ഉണ്ടാവും. ആ കഥയോ കവിതയോ ഉള്ള പുസ്തകങ്ങളുമായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോവുക. അപ്പോൾ അങ്ങനെ പോയാൽ ഒരു ഗുണം, കുട്ടികൾക്ക് ഇത് ഭയങ്കര ആകാംക്ഷയായി. അപ്പോൾ ഇതിൽ നിന്നാണ് ഇത് പഠിക്കുന്നതല്ലേ എന്നുള്ള രൂപത്തിൽ ചിന്തയാറ് ഇതൊക്കെ വാങ്ങി നോക്കും. ചില കുട്ടികളൊക്കെ ഇത് വായിക്കും. ചിലപ്പോൾ ചിലവർ വാങ്ങിയിട്ട് പൂർണ്ണമായി വായിച്ച കുട്ടികളുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ വളർന്ന ധാരാളം കുട്ടികളുണ്ട്. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികൾ എവിടെ കണ്ടാലും പറയും, മാഷിനെ പോലെ വായനയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള ഒരാൾ നമ്മുടെ ഓർമ്മയിലേ ഇല്ലയെന്ന്. പല ഈ പറയുന്ന നമ്മുടെ സംഗമത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ വലിയ സന്തോഷമാണത്. മാത്രമല്ല പല കുട്ടികളുടെ വീട്ടിൽ ഇതേപോലെ ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പ്രചോദനമായിട്ടുണ്ട് എന്നുള്ള ഉണ്ട്. അപ്പം അതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂട്ടക്കനി ഹരിതവിദ്യാലയ അവാർഡൊക്കെ വാങ്ങിയ പ്രസിദ്ധമായ സ്കൂളിലാണ് എൻ്റെ പ്രധാന അധ്യാപക ജീവിതം തുടങ്ങുന്നത്. അവിടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഓരോ വീട്ടിലും ഇപ്പോൾ പുതിയ ഇന്നൊവേറ്റീവ് പ്രോഗ്രാം എന്നുള്ള SSAയുടെ നമ്മൾ അന്നത്തെ പിന്നെ ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നൊവേറ്റീവ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ആശയം പറഞ്ഞു, നമുക്ക് ഓരോ കുട്ടിയുടെ വീട്ടിലും ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു പദ്ധതി വന്നപ്പോൾ അധ്യാപകരത് ഏറ്റെടുത്തു. കുട്ടിയെ കൂടെ പ്രചോദനം കൊടുത്തു. മാത്രമല്ല അതിൽ മികച്ചു നിൽക്കുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക സമ്മാനം, ഇങ്ങനെ 1000 രൂപയുടെ പുസ്തകമൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ കൊടുത്തപ്പോൾ കുട്ടികൾ ഈ പറയുന്ന രൂപത്തിൽ കാശ് സ്വരൂപിച്ചിട്ട് പുസ്തകങ്ങൾ വാങ്ങി ആ സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ഏതാണ്ട് 80-85% കുട്ടികളുടെ വീട്ടിലും ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിൽ 100 പുസ്തകങ്ങൾ വരെ ശേഖരിച്ച കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ വലിയ സന്തോഷം തന്നൊരു കാര്യമാണത്. പുസ്തകങ്ങളോടൊപ്പം തന്നെ നാടകത്തെയും സംഗീതത്തെയും പ്രണയിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഗോപകുമാർ മാഷ്. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ അഭിനയത്തോടുള്ള ആസക്തി, പിന്നീട് നടനായും സംവിധായകനായും തിളങ്ങിയ ആ നാൾ വഴികൾ തൻ്റെ കലാസബരിയെ ഓർത്തെടുക്കുന്നു. പുസ്തകങ്ങളോട് ഒപ്പം തന്നെ കലാസാംസ്കാരിക രംഗത്തോടുള്ള എൻ്റെ താല്പര്യം ഏതാണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8, 9, 10 കാലത്തൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായിരുന്നു. അങ്ങനെ ക്ലാസ് മുറികളിലൊക്കെയുള്ള പ്രസംഗം, അതൊക്കെ അതിനും ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ, തയ്യാറെടുപ്പുകൾ, ഇതൊക്കെ കൂടുതൽ അറിവ് നേടണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞങ്ങളുടെ സ്ക്വാഡിന് ഒരു നാടകം വേണം. പക്ഷേ നാടകത്തിൽ അഭിനയിക്കാൻ അങ്ങനെ അധികം ആൾക്കാരില്ല. അപ്പം അന്നത്തെ ഡ്രോയിങ് മാഷ് കുഞ്ഞിക്കണ്ണൻ മാഷാണ് എന്നോട് പറയുന്നത്, നീ ഏതായാലും ആ കൂട്ടത്തിൽ കൂട്. ഞാൻ പറഞ്ഞു, അയ്യോ മാഷേ എനിക്ക് അഭിനയിക്കാനൊന്നും പറ്റില്ല, വലിയ പ്രയാസമാണ്. കാരണം ഞാൻ ആ മേഖലയിൽ തൊട്ടിട്ടില്ല അതുവരെ. അപ്പം മാഷിൻ്റെ നിർബന്ധം കൊണ്ട് ഒരു വാസുദേവൻ എന്നൊരാൾ എഴുതിയിട്ടുള്ള ആസിഡ് ബൾബ് എന്ന് പറഞ്ഞൊരു നാടകമാണ്. ആ നാടകത്തിൽ വായിച്ചു നോക്കിയപ്പോൾ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, രാജൻ എന്നുള്ള കഥാപാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് ഞാനും ഒരുവിധം പഠിക്കുന്നതൊക്കെ ആയതുകൊണ്ട് എനിക്കെന്തോ ആ കഥാപാത്രത്തോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയും ചെയ്തു. കൊള്ളാം, അതിൽ അഭിനയിച്ച് കളയാം എന്ന് പറഞ്ഞ് സമ്മാനമൊന്നും കിട്ടിയില്ല. ആ നാടകത്തിൽ മാഷിൻ്റെ ഡയറക്ഷനിൽ ഞാനും അഭിനയിക്കുന്നു. അതിനുശേഷം നെല്ലിയടക്കം റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒട്ടേറെ പ്രസിദ്ധമായ നാടകങ്ങൾ ചെയ്ത്
നല്ല മത്സരങ്ങളിലടക്കം ഏറ്റവും നല്ല നടനായി സമ്മാനം നേടിയിട്ടുള്ള നാരായണൻ ചാങ്ങാടിനെ പോലെയുള്ള ആൾക്കാരൊക്കെയുള്ള ഒരു ടീമാണത്. അപ്പോൾ അതിൻ്റെ വാർഷികത്തിന് പർവ്വസന്ധി നാടകം കളിക്കുന്നുണ്ട്. അതിൽ ഒരു ജൂനിയർ ടീമിൻ്റെ നാടകം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് സജസ്റ്റ് ചെയ്തു, ആസിഡ് ഗോൾഡ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ അന്ന് മാഷത് വളരെ ചുരുക്കിയിട്ടാണ് ചെയ്തത്. ആ നാടകം ആദ്യമായിട്ട് അവിടെ ചെയ്യുന്നു. അങ്ങനെയാണ് അതൊരു കൃഷ്ണേട്ടനാണ് സംവിധാനം ചെയ്തത്. പക്ഷേ പർവ്വസന്ധി എന്ന് പറയുന്ന വലിയ നാടകം ചെയ്യുന്നത് നീലീശ്വരം പടന്നക്കാടുള്ള ശ്രീധരൻ ഏട്ടനാണ്. ബാബു ഏട്ടൻ എന്ന് പറയുന്ന ചിരന്തനയിലൊക്കെ ഉണ്ടായിരുന്നില്ല നടനായിരുന്നു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനവും ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് വല്ലാതെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആവേശം അതൊക്കെ കാണുമ്പോൾ. പിന്നീട് നാടകം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് പറയാം. അത്രമാത്രം അത് സ്വാധീനം ചെലുത്തി. പിന്നീടുള്ള റെഡ് സ്റ്റാറിൻ്റെ നാടകങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട നടൻ എന്നുള്ള രൂപത്തിൽ അവരെന്നെ ഉൾപ്പെടുത്തും. മാത്രമല്ല അഭിനയം കൊള്ളും എന്നുള്ള ധാരണയിലാവാം. റിസറക്ഷൻ എന്ന് പറയുന്ന വാസു ചോറോട് മാഷിൻ്റെ ഒരു നാടകം ഉദിനൂര് കളിച്ചത് ബോംബെയിൽ കളിക്കാനുള്ള അവസരം വന്നപ്പോൾ അതിലെ മുത്തശ്ശൻ്റെ വേഷം എടുക്കുന്ന ഒരാൾ പിന്നെ എന്തോ കാരണത്താൽ ഒഴിവായി. അപ്പോൾ ഒരാളെ വേണം. ബാബുവേട്ടൻ എന്നോട് പറഞ്ഞു അത് നീ ചെയ്യണമെന്ന്. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം 7 ഉറുപ്പിക 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കയ്യിൽ കാശില്ലാതുകൊണ്ട് കണ്ണൂരേക്ക് എക്സ്കർഷന് പോകാൻ പറ്റാത്ത ഒരേ ഒരു സ്കൂൾ ലീഡറാണ് ഞാൻ. ശരിക്കും അങ്ങനെയുള്ള സങ്കടമൊക്കെ മനസ്സിലുണ്ട്. എനിക്ക് ബോംബെയിൽ പോകാൻ അവസരം കിട്ടുന്നത് അത് TTC ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ നാടകമായിട്ട് ബന്ധപ്പെട്ട അഭിനയവും പിന്നീട് സംവിധാനത്തിലേക്ക് ഞാൻ തിരിഞ്ഞു. സംവിധാനമായി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. ഇപ്പോൾ നമ്മുടെ ഈ കിഴക്കൻ മേഖലയിലൊക്കെ ഇപ്പോൾ കൊന്നക്കാട് മുതൽ ഇങ്ങോട്ടുള്ള ചയ്യോം ഭാഗം വരെയുള്ള പിന്നെ ഇതിനൊരു വെള്ളൂരടക്കം ഈ പറയുന്ന നാടകം സംവിധാനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കഥാപ്രസംഗം. ഇപ്പോൾ മുമ്പത്തെ കലാതിലകമായിരുന്ന ബിപിൻദാസ്, അതുപോലെ ധന്യാക്കിപ്പേരി എന്ന് പറയുന്ന കഥാപ്രസംഗത്തിലായി ഡോക്ടറേറ്റുള്ള ഒരാളാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് കഥാപ്രസംഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തു. ചെറുപ്പകാലം തൊട്ട് തുടങ്ങിയ ഈ പുസ്തക പ്രണയത്തെ തൻ്റെ ജീവിതസഖിയായ പത്നിയും മകളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ നൽകുന്ന പിന്തുണ മാഷിന് പറയാനുണ്ട്. ഒപ്പം തൻ്റെ ഈ പുസ്തകശേഖരം വരുംകാലത്ത് നാടിൻ്റെ അക്ഷര വെളിച്ചമാക്കി എങ്ങനെ മാറ്റാമെന്നാണ് മാഷിൻ്റെ സ്വപ്നം. വീട്ടിൽ നിന്ന് അങ്ങനെ വലിയ പിന്തുണകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എതിർത്തിട്ടില്ല. മാത്രമല്ല അവരും വായനയുണ്ട്. അവർക്ക് കുറേ കൂടി പക്ഷപാതം ഇംഗ്ലീഷ് വായനയോടുകൂടി. ഇപ്പോൾ ഭാര്യയായാലും മകളായാലും ഇംഗ്ലീഷ് വായനയിലാണ് പ്രാധാന്യം കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഭാര്യ ടീച്ചറാണ്, പിന്നെ മകള് സംഗീത ലോകത്താണ്. മേലത്ത്, ഭാര്യയുടെ പേര് അനിത, ബാന സ്കൂളിലെ ടീച്ചറാണ്. മകളുടെ പേര് മേലത്ത്. ഇതിനോടകം തന്നെ സംഗീത ലോകത്ത് നല്ല രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഏറ്റവും ശ്രദ്ധേയമായൊരു സിനിമാ ഗാനം ബേസിലിൻ്റെ കഠിനകടോർമ്മയാണ്ട കടാഹം എന്ന് പറയുന്നൊരു സിനിമയിലെ യാ റബ്ബേ എന്ന് പറഞ്ഞൊരു പാട്ട്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ 80 ലക്ഷത്തിലധികം ആൾക്കാർ ആ പാട്ട് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ശങ്കർ രാമകൃഷ്ണൻ്റെ റാണി എന്ന പടത്തിൽ സംഗീത സംവിധാനം ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടി. അതിൽ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്, പാടുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരു അവസരം ഒരു വനിതക്ക് 3ഉം ഒരേ പടത്തിൽ ചെയ്യുന്നത് വേറെ ഉണ്ടോയെന്ന് എൻ്റെ അറിവിൻ്റെ പരിധിയിലില്ല. അങ്ങനെയൊക്കെ സംഗീത രംഗത്ത് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീണ നന്നായി വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പറയുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളോട് ആഭിമുഖ്യം കുറച്ച് കൂടുതലുണ്ട്. എന്നാൽ മലയാള പുസ്തകങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് എടുത്ത് വായിക്കുന്നതൊന്നും പൊതുവെ കാണാറില്ല. എൻ്റെ ലൈബ്രറിയിലുള്ളത് ഇംഗ്ലീഷ് പുസ്തകങ്ങളോടൊപ്പം ഏറ്റവും കൂടുതലുള്ളത് മലയാള പുസ്തകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അപാരമായ പിന്തുണ എന്നൊന്നും പറയാനില്ലെങ്കിലും എതിർപ്പില്ല. അവർ എൻ്റെ പാതയിൽ പോട്ടെ എന്നുള്ള ചിന്ത സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇനിയിപ്പോൾ ഈ പുസ്തകങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ ചില കഥകൾ വായിക്കുമ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടു പോകും. ഇപ്പോൾ അംബികാസുധൻ മാഷിൻ്റെ പുസ്തക വീട്, അതുപോലെ അഷ്ടമൂർത്തിയുടെ ശങ്കരൻകുട്ടിയുടെ പുസ്തകങ്ങൾ, സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ അരികിലാരോ, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല. കാരണം ആ പുസ്തകങ്ങളൊക്കെ ഒടുവിൽ
വെറുതെ ഇങ്ങനെ തൂക്കി വിൽക്കുന്ന കുടുംബക്കാർ, വളരെ അനാഥമായി പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ എന്നെ വല്ലാതെ ചിലപ്പോൾ ഉറക്കം കെടുത്താറുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലുള്ളൊരു തോന്നൽ, ഏതെങ്കിലും ഒരു നല്ല സർവകലാശാലയ്ക്ക് ഇത് എനിക്ക് എൻ്റെ കണ്ണ് തീരെ വായനയ്ക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നൊരു കാലം വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു സർവകലാശാല ക്യാമ്പസിൽ കൊടുക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന വല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ബന്ധുജനങ്ങൾ എടുത്തു വെക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ള ലൈബ്രറിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അല്ലാതെ ഇതിൽ നിന്നും വേറെ ഒരു സാമ്പത്തിക ലാഭവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹമാണ് ഒരു പരിധിവരെ സമൂഹം തരുന്ന. പലരും വിരോധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള അതിനേക്കാളൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന ആദരവ്, സ്നേഹം, ഇതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുള്ളത് എൻ്റെ ഈ വായനയിലൂടെ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള ഒരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത്. MK ഗോപകുമാർ മാഷിൻ്റെ പുസ്തകപ്പുരയിലെ വിസ്മയ വിശേഷങ്ങളിൽ നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുന്നു. പുതിയ കാഴ്ചകൾ തേടി, കാഴ്ചപ്പുറങ്ങൾ തേടി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.